ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മെയ് 5-ാം തീയതി ഉയർപ്പ് ഞായറാഴ്ചയുടെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് തിരുസഭ മാതാവ് തരുന്ന തിരുവചനങ്ങളൊക്കെ ധ്യാനിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. നമുക്കധികം മുമ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലുമ്പോൾ തമ്പുരാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ, തമ്പുരാൻ എന്ന് പറയുമ്പോൾ ശക്തൻ തമ്പുരാൻ, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ്റെ ശ്രേണിയിൽ അല്ലെങ്കിൽ മനുഷ്യന് കൊടുക്കുന്ന ഇതൊന്നും ഞാൻ കൊടുക്കാൻ കഴിയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ പറയുന്നത്, മദർ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അമ്മയെന്നാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതല്ലാണ്. എനിക്കൊന്ന് തർജ്ജമ ചെയ്തപ്പോൾ അത്ര വലിയ ശ്രദ്ധ കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അമ്മയെന്ന് പറയുന്നതിൽ യാതൊരു നാണക്കേടും വിചാരിക്കരുത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞായിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്. കാരണം ഈശോ ദൈവമാണ്. ഞാനും പിതാവ് ഒന്നാണെന്നൊക്കെ പറയുന്ന പഠിപ്പിക്കില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് ദൈവമല്ല പിന്നെ ഇത്ര മാത്രം അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ നീതി നടന്നു പോകാൻ, 5000 പേരൊക്കെ 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ടൊക്കെ തീറ്റിപ്പോറ്റുവാൻ, അതൊക്കെ ദൈവികമായ ശക്തിയാണ് അവിടെ നിന്ന് വെളിപ്പെടുത്തിയത്. അവിടുന്ന് പിശാചികളെയൊക്കെ ബഹിഷ്കരിച്ചതൊക്കെ ദൈവിക ശക്തിയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ആ ദൈവത്തിന് ജന്മം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ മെത്രാൻ്റെ അമ്മ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അമ്മ, അതിലിപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ അതിന് വലിയ കുറവൊന്നും വിചാരിക്കേണ്ട. പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നതിൽ യാതൊരു കുഴപ്പം. തമ്പുരാൻ്റെ അമ്മയെന്ന് നമ്മൾ വിളിക്കേണ്ട. തമ്പുരാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മനുഷ്യർക്ക് കൊടുക്കുന്ന നിലവാരമാണ്. ഇത് അങ്ങനെയല്ല, അതിനേക്കാൾ ഉയർന്ന നിലവാരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. അമ്മയെ മധ്യസഹായം തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. അപ്പോൾ നമുക്ക് സ്തുതിയെല്ലാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ മെയ് 5-ാം തീയതി 2024 ഞായറാഴ്ച 6ാമത്തെ ഈസ്റ്റർ സൺഡേയിലോട്ട് പ്രവേശിക്കുകയാണ്. 6ാമത്തെ ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ തിരുവചനമായ തിരുസഭാ മാതാവ് വരുന്നത് 1ാമത്തെ വായനയിൽ അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 25 മുതൽ 26 വരെയും 34 മുതൽ 35 വരെയും 44 മുതൽ 48 വരെയും. ഞാൻ പറയും 10-ാം അധ്യായം മുഴുവനും പഠിക്കുന്നതല്ലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പള്ളിയിലൊക്കെ സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അത് കുറച്ച് പറയാനാണത്. പക്ഷേ എങ്കിലും ആ സംഭവം മുഴുവനും മനസ്സിലാക്കണമെങ്കിൽ അതൊരു വലിയൊരു സംഭവമാണത്. കാരണം സഭയുണ്ടായി, പെന്തക്കോസ്ത ദിനത്തിൽ സഭയുണ്ടായി കഴിഞ്ഞിട്ട് 10ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ പരിച്ഛേദനം നടത്തിയവർക്ക് മാത്രമല്ല, അപരിച്ഛേദനം നടത്തിയ, അതായത് വിജാതീയരായ മക്കൾക്ക് ദൈവം ആഗ്രഹിക്കുന്നു, അവർക്കും ജ്ഞാനസ്നാനം കൊടുക്കണം, അവരെയും ക്രിസ്തുവിൻ്റെ അനുയായികളാക്കണം. അത് ദൈവത്തിൻ്റെ പദ്ധതി. അതാണ് ദൈവം തൻ്റെ ജനതയെ, ഇസ്രായേൽ മക്കളെ ഇങ്ങനെ തിരഞ്ഞെടുത്തെങ്കിൽ അവരിൽ ഒതുങ്ങിക്കാനല്ല ദൈവം തീരുമാനിച്ചത്. ദൈവത്തിൻ്റെ രക്ഷ ഇസ്രായേൽ മക്കളിലൂടെ ലോകം മുഴുവനും പ്രചരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആ ഒരു ഇവാഞ്ചലൈസേഷൻ്റെ അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിൻ്റെ ചൈതന്യം നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കണം. ഇപ്പം നമ്മളിൽ ഓരോരുത്തരിലൂടെയാണ് ലോകം മുഴുവനിലേക്ക് അത് പോകേണ്ടത്. അത് നമ്മൾ ഒരു അപ്പനായാലും ഒരു അമ്മയായാലും ഒരു കുഞ്ഞിനായാലും അതൊക്കെ കിട്ടണത് ആ വിധത്തിലാണ്. അപ്പനും അമ്മയൊക്കെ നല്ല സ്ട്രോങ് ഫെയ്ത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ശക്തമായ വിശ്വാസത്തിലാണെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളിലേക്ക് അത് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അതിൽ നാണക്കേടൊന്നും നാണക്കേട് വിചാരിപ്പിക്കുന്നവൻ പുറകിലുള്ളത് കൊണ്ടാണ് നാണക്കേടൊക്കെ തോന്നുന്നത്. നാണക്കേട് വിചാരിപ്പിക്കുന്നവൻ പിശാചാണ്, ഈ ലോകാരൂപിയാണ്. ലോകമാണ് എപ്പോഴും നമ്മളെ അതിന് അങ്ങനെ ചെയ്യേണ്ട നമ്മൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുറേ നിയമനിർമ്മാതാക്കളും കുറേ ഭരണാധികാരികളൊക്കെ കടന്നു വരുന്നത്. ഭരണാധികാരികളൊക്കെ തന്നെ ക്രിസ്ത്യാനികളായിട്ട് തന്നെ വരണം. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർ തന്നെ ഭരണത്തിലോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രാർത്ഥിക്കണം, നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കണം. ഇന്നത്തെ
ഈ വായന തന്നെ മുഴുവനും പ്രാർത്ഥനയുടെ പശ്ചാത്തലം നടക്കുന്നത്. നമ്മൾ കൊർണേലിയസിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, പത്രോസ്ലിഹായ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പ്രാർത്ഥനയുടെ പശ്ചാത്തലമാണ് കാണിക്കുന്നത്. ഇവിടെയാണ് ദൈവം അപ്പോൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്താ വേണ്ടത്. ഈ സഭ ഇങ്ങനെ പോയാൽ പോരാ, സഭ പോകേണ്ടത് ഇനി മറ്റ് തലങ്ങളിലേക്കാണ്. എന്ന് വെച്ചാൽ വിജാതീയരായ മക്കളെയും കൂടി ഇതിലോട്ട് കൊണ്ടുവരാനാണ്. ലോകം മുഴുവനും ഈ ഈശോയുടെ രക്ഷയുടെ സന്ദേശം അറിയിക്കണം. അല്ലാണ്ട് അവരും വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കാനുള്ളതല്ല. അവരിന്നൊക്കെ പുറത്ത് ചാടണം. കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നവരെ, ഇവരൊക്കെ ഇങ്ങനെ ഓരോ മുട്ടയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ പോകുന്ന എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളാണ്. ലോകം മുഴുവനും യേശുവാണ് ലോകത്തിൻ്റെ രക്ഷകൻ. ഭൂമിക്ക് താഴെ അപ്പോസ്തലപ്രവർത്തനം 4:12 പത്രോസ് അപ്പോസ്തലൻ്റെ ആദ്യത്തെ പ്രസംഗത്തിലൂടെ പറഞ്ഞതുപോലെ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചെങ്ങനെയാണ്, അതായത് ആകാശത്തിന് കീഴെ ഭൂമിയിലെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും തന്നിട്ടില്ല, മറ്റൊരു നാമം വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോസ്തലപ്രവർത്തനം 4:12 അത് ഓർത്തിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അത് ശരിക്കും അത് മനസ്സിൽ കണ്ടോളണത്. അത് യേശു ക്രിസ്തു. അത് വെറുതെ മറ്റുള്ളവരുടെ ദൈവത്തെ പോലെ ഒന്നുമല്ല. ഈ ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പാപമുണ്ടെന്ന് ദൈവത്തിനറിയാം. ആ പാപത്തിന് പരിഹാരം തൻ്റെ ശരീരത്തിൽ തന്നെ ചെയ്തവനാണ്. അതാണ് നമ്മുടെ ഈശോ എന്ന് പറയുന്നത്. ഇത് പറയാനായിട്ടൊരു മടിയും തോന്നരുത്. കാരണം അവിടുന്ന് വിശുദ്ധമായ ശരീരത്തിൽ നമ്മുടെ അശുദ്ധമായ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് പാപപരിഹാര ബലിയായി ആ കുരിശുമേൽ തൂങ്ങി മരിച്ചുകൊണ്ട് പിതാവിൻ്റെ പക്കൽ പിതാവേ, ഇതാ എല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ഈ ബലി പൂർത്തിയാക്കിയിരിക്കുന്നു. പറയൂലേ, ഈശോ തന്നെ ആരംഭത്തിൽ തന്നെ ആ ബലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗെത്സമനത്തോടത്തിൽ പറയുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്ന് മാറ്റണമെന്ന് പറയും. പക്ഷേ ഈശോ അന്നങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ കാലെടുത്ത് വെക്കുകയാണ് സഹനത്തിലേക്ക്. എന്നിട്ട് ആ സഹനത്തിലൂടെ കാലെടുത്ത് വെച്ച് അവിടെ നിന്ന് പരിഹാര ബലി എന്തൊക്കെയാണോ മനുഷ്യർ കാണിച്ചു വിട്ടത്, ഒരു ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യനോട് ചെയ്യുന്ന അതിൽ പരമായിട്ട് ഈശോയോട് ചെയ്തു. മരിയ വാൾത്തോർത്തായിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവരെന്നെ കാണിച്ചതെന്നുള്ളത്. അപ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ, സ്നേഹഗീത എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പല വിശുദ്ധരായ അച്ഛന്മാരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അല്ലെങ്കിൽ നല്ല സുവിശേഷ പ്രഘോഷകരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മരിയ വാൾത്തോർത്തായുടെ ഗ്രന്ഥത്തിലാണ് ഈശോയുടെ സഹനത്തെ മുഴുവനും വ്യാഖ്യാനിച്ച് കൊടുത്തിരിക്കുന്നത്, വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ദൈവം വെളിപ്പെടുത്തിയാലേ ഇതൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ. ദൈവം ആർക്ക് വെളിപ്പെടുത്തും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എപ്പോഴാണ്? പ്രാർത്ഥിക്കുന്നവർക്കാണ്. കൊർണേലിയസ് ഒരു വിജാതീയനാണെങ്കിൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ദൈവഭയമുള്ളവനായിരുന്നു. ദൈവഭയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമൊന്നുമല്ല, ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നവനല്ല ദൈവത്തിനോട് ഭയമുള്ളവൻ. അത് അഹങ്കാരിയാണ്. ഞാൻ നടക്കുന്ന പോലെ ഞാനിങ്ങനെ ചെയ്തു എന്ന് വരുത്തുന്ന ഒരു ചിന്താഗതി നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ചിന്താഗതിയാണ്, ലോകാരൂപിയാണ്. അതുള്ളവർക്കൊന്നും ദൈവത്തിൻ്റെ മുമ്പിലൊന്നും വലിയ അനുഗ്രഹമൊന്നും കിട്ടാൻ പാടില്ല. ഇതുകൊണ്ട് ദൈവം ഓരോ സ്റ്റെപ്പ് എടുക്കാനായിട്ട് കൊർണേലിയസിനെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പത്രോസ് അപ്പോസ്തലനും അതുപോലെ തന്നെ പ്രാർത്ഥന ഉള്ള ഒരു മനുഷ്യൻ. പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് കൊർണേലിയസിന് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ വിജാതിയിലെടുക്കണോ വേണ്ടേ എന്നുള്ളത് വലിയൊരു സംഭവമായിരുന്നു ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വാചനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ശരിക്കും നമ്മൾ കാണേണ്ട ഒരു വലിയ സംഭവം അതാണ്. ദൈവത്തെ ശരിക്കും ഭയപ്പെട്ട് സ്നേഹിക്കുക. ദൈവസ്നേഹത്തെ പറ്റിയാണ് രണ്ടാമത്തെ വായന മൂന്നാമത്തെ വായനയൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ദൈവത്തിൻ്റെ വചനത്തിനെ സ്നേഹിക്കണം, വചനത്തെ വിശ്വസിക്കണം, വചനത്തെ പറയാനായിട്ട് നാണിക്കരുത്, വചനത്തെ പരിശുദ്ധ അമ്മ ധ്യാനിച്ച പോലെ ധ്യാനിക്കണം. അങ്ങനെ നിരന്തരം നമുക്ക് അത് ചെയ്യണം എന്നുള്ള ചിന്തകളാണ് ഈ ലോകാരൂപി നമുക്ക് തരുന്നത്. അതുകൊണ്ടല്ലേ അവൻ ഈശോയുടെ മുമ്പിൽ, ഞാൻ ആ സംഭവം ഇപ്പോഴും ഓർക്കും. അതായത് ഈശോ പരസ്യ ജീവിതം അങ്ങോട്ട് തുടങ്ങാൻ പോകുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. മത്തായി അപ്പോസ്തലന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്.
4:4 ഈ സംഭവം. അപ്പം അപ്പമാക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് കേട്ടില്ലേ, ഈ കാണുന്നതെല്ലാം എൻ്റേതാണ്, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചെന്ന് മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്ന ഒരു പ്രലോഭനമുണ്ട് ഈശോയുടെ മുമ്പിൽ. അപ്പോൾ ഈശോ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഈ ഒരു അരൂപി ഈശോയിൽ നിന്ന് നമുക്കും കിട്ടണം. അതിനാണ് ഈശോയെ ഭക്ഷിക്കണമെന്ന് പറയുന്നത്. ഈശോയെ ഭക്ഷിക്കാത്തവൻ പൊയ്ക്കോട്ടെ എന്നുള്ള മട്ടിലാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നാണ് അപ്പോസ്തലന്മാരോട് ചോദിച്ചത്. എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കില്ല എന്ന് പറയുന്ന പഠിപ്പിക്കലൊക്കെ നടത്തുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51, 53 ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പഠിപ്പിക്കലിങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. പലരുടെ ഉള്ളിലെ ഇടർച്ചകളുണ്ടാകുന്നുണ്ട്. ഈശോ അപ്പോൾ അടക്കം മനസ്സിലാക്കുന്നുണ്ട്. കാരണം ദൈവമാണ് അവിടുന്ന്. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന ചിന്തകളൊക്കെ അവിടത്തേക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈശോ അവിടെ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അപ്പോസ്തലന്മാരോട് ചോദിക്കണം, കുറേ പേര് വിട്ടുപോയി, ഇവനെന്താണ് നമ്മളെ നരഭോജികളാക്കാൻ പോകണമെന്നൊക്കെയുള്ള ചിന്തകൾ വന്നു. ദൈവം അങ്ങനെ നമ്മളെ ഒരു വിലകെട്ടവരാക്കില്ല. ഒരിക്കലും ദൈവം നമ്മളെ ചതിക്കില്ല. ചതിക്കുന്നവൻ പിശാചാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ ഈശോ അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് അപ്പോസ്തലന്മാരോട് ചോദിക്കണം, അവരെപ്പോലെ നിങ്ങളും പോകാൻ തയ്യാറാണോ? കുറേ പേരങ്ങനെ ചിന്തിച്ചങ്ങോട്ട് പോയി. ഈശോയെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈശോ ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്നുള്ള ചിന്ത നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അടിയറ വെക്കണം. അതാണ് ഈശോയോട് ആവശ്യപ്പെടുന്നത്. എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. എൻ്റെ കൽപ്പനയിൽ ഒന്നാണ് ഈ പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ ഇങ്ങനെ സുവിശേഷ അക്ലമേഷനില്ലേ, ഗോസ്പൽ അക്ലമേഷൻ്റെ സമയത്ത് പറയുന്ന ഇതാണ്. അതായത് ഹൂ ലവ്സ് മീ വിൽ കീപ്പ് മൈ വേർഡ് എന്ന് പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വാക്ക് പാലിക്കുന്നവൻ. അപ്പം ദൈവത്തിൻ്റെ വചനം പഠിക്കണം, ബൈബിള് പഠിക്കണം, സുവിശേഷം പഠിക്കണം, ബൈബിളൊക്കെ പഠിക്കണം, ദൈവം വെളിപ്പെടുത്തുന്ന സത്യങ്ങളൊക്കെ പഠിക്കണം. അത് പഠിക്കാത്തവരൊന്നും ശരിക്കും ദൈവത്തെ അറിയാൻ പറ്റില്ല. ദൈവത്തെ അറിയാൻ പറ്റാത്തവർക്ക് ശരിക്കും വചനം പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6:61 പറയുന്ന സത്യം നമ്മൾ സംഭവിക്കും. നമ്മൾ ദൈവവചനത്തെ കൂടുതൽ ഇങ്ങനെ നിരന്തരം നമുക്ക് ധ്യാനിക്കാനുള്ളത് അതാണ്. അല്ലാണ്ട് ആ ജോലി കിട്ടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ പൈസ കിട്ടാൻ എന്ത് ചെയ്യണം, അത് കടം വീട്ടാൻ എന്ത് ചെയ്യണം, ആ രോഗം മാറാൻ ഏത് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ എനിക്ക് നാളെ കൊച്ചിനെ ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കൊന്നും വേണ്ട. അതൊക്കെ പരിശുദ്ധാത്മാവ് വേണ്ടതുപോലെ ചെയ്യിപ്പിക്കും. അത് നമ്മളിപ്പോൾ യേശയ്യായുടെ പുസ്തകം 30-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ പറയില്ലേ, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുന്ന ഒരു ആത്മാവിൻ്റെ പ്രചോദനം നമുക്കുണ്ടാവപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന അവർക്കാണ് ഈ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഇവിടെ കണ്ടത്. കൊർന്നേലിയസ് ദൈവത്തെ വളരെയധികം ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ പത്രോസ്ലിയായും ശരിക്കും ദൈവത്തിന് സ്നേഹമുള്ളവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തോട് സ്നേഹമുള്ളവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് നിരന്തരം പ്രാർത്ഥിക്കുക. അത് കൊർന്നേലിയസിൻ്റെ ആ ഒരു പ്രത്യേക സ്വഭാവം അതാണ്. നിരന്തരം പ്രാർത്ഥിക്കുക. പിന്നെ ഇഷ്ടംപോലെ ദാനധർമ്മം ചെയ്യുക. അതായത് അവരൊക്കെ ദാനധർമ്മം ചെയ്യാനായിട്ട്, അത് വിട്ടുകൊടുക്കാനായിട്ടൊക്കെ തോന്നുന്നത് എന്താണ് കാരണം വെച്ചാൽ, എന്നെ സൃഷ്ടിച്ച ദൈവം തന്നതാണ്. എന്നെ സൃഷ്ടിച്ച് നമ്മുടെ പത്രോസ് എന്നാണ്, അതായത് ഇവിടുത്തെ മുമ്പിൽ, അതായത് ഈ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ഒരു വാക്കം പറയുന്നുണ്ട്, നിന്നെ ശിക്ഷിക്കാനും വിടുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ ദൈവം അവനോട് ഓർപ്പിച്ചു കൊടുക്കും, ഈശോ ഓർപ്പിച്ചു കൊടുക്കും. എന്തെന്ന് പറയണേ, ഉന്നതത്തിൽ നിന്നത് നിനക്ക് തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈശോ അവിടെ വെളിപ്പെടുത്തുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മൾ ആരായിരിക്കുന്നു, നമ്മൾ എന്തായിരിക്കുന്നു, അത് ഉന്നതത്തിൽ നിന്ന് തന്നതാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ദൈവം അവിടെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഓർക്കണം. നമ്മളിപ്പോൾ അച്ഛനായിരിക്കാം, ചിലപ്പോൾ മെത്രാനായിരിക്കാം, നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥനായിരിക്കാം. അത് ഉന്നതത്തിൽ നിന്ന് തന്നതാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇതുണ്ട്. അതാണ് ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഈ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു എളിമ വേണം, അതിൻ്റേതായ ഒരു വിനയം വേണം, അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുള്ളൂ. എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പരിശുദ്ധാത്മാവൊന്നും കിട്ടില്ല. പരിശുദ്ധാത്മാവ് കിട്ടാത്തവൻ സ്വർഗത്തിലെത്തേയില്ല. കാരണം
നമ്മളെ കൈപിടിച്ചാണ് ഇതാണ് വഴി, ഇതിലേ പോവുക എന്നും പറഞ്ഞ് സ്വർഗത്തിലെത്തിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പെരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ സ്തുതിപ്പൊക്കെ ഉണ്ടാകും, ആരാധന ഉണ്ടാകും, പിന്നെ നന്ദി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ പറയുകയും ചെയ്യും. കാരണം ദൈവം നടത്തിയാലല്ലേ അത് ശരിയാവുള്ളൂ, അല്ലാണ്ട് നമ്മൾ നടത്തിയത് വല്ലതും ശരിയാകുന്നുണ്ടോ? അത് ശരിയായി തന്നെ അപ്പം തന്നെ അതിൻ്റെതായ ദൈവം അത് പെർഫെക്റ്റായിട്ട് നടത്തിയിരിക്കും. അതിൻ്റെ ഒരു വലിയ കാര്യമാണ് ഈ കൊർണേലിയസിനെ പോലെയുള്ള വിജാതീയരായ മക്കളെ നിങ്ങൾ ക്രിസ്ത്യാനികളാക്കിക്കോ എന്നും പറഞ്ഞ് പത്രോസ്ലിയായെ സജ്ജമാക്കണം. അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. 15-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 15-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കംപ്ലീറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്നേഹം വേണമെന്നാണ് ഇവിടെ രണ്ടാമത്തെ വായനയിലും പിന്നെ അവസാനത്തെ ഗോസ്പലിലൊക്കെ പറയുന്നതാണ്. നിങ്ങൾക്ക് സ്നേഹം വേണം. നമ്മൾ ഗോസ്പൽ സുവിശേഷം വായിക്കുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അതായത് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ പോലെയുള്ള സ്നേഹം. ആ സ്നേഹം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് ഇവിടെ സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ അങ്ങനെ ആ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് പറയാം. കാരണം ഈ ലോകം തരുന്നത് സന്തോഷമുണ്ട്. എന്താണ് കുറേ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കി മറ്റുള്ളവരുടെയൊക്കെ കുറ്റകറ്റങ്ങളൊക്കെ പറഞ്ഞ് ഒരു തരം സന്തോഷിക്കുന്നുണ്ട്. അതൊന്നും സന്തോഷമല്ല. സന്തോഷമെന്ന് പറയുന്നത് അത് ഈശോ തരുന്നൊരു ആത്മാവിൽ നിറഞ്ഞൊരു സന്തോഷമുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സന്തോഷം കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഈശോ തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. അതേപോലെ അപ്പനായാലും അമ്മയായാലും ആ കുടുംബത്തിൽ ആ അരൂപി, ഈശോയിൽ നിന്നും ആ അരൂപി നമുക്ക് കിട്ടിയാലും നമുക്കങ്ങനെ ശരിക്കും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്കെന്ത് കിട്ടും എന്ന് ഈശോ ഒരിക്കലും നമ്മളിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടൊന്നുമല്ല ചെയ്തേക്കണേ. നമ്മളെ രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി അങ്ങേയറ്റം വരെ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന മരണം വരെയും അവിടുന്ന് സഹിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്, ഈശോയുടെ സ്നേഹം. പിന്നെ അതുപോലെ തന്നെ പറയുന്ന നിങ്ങളെ ഞാൻ സ്നേഹിതന്മാരെന്ന് വിളിക്കാൻ പോവുകയാണ്. കാരണം ഒരു സേവകൻ എന്ന് പറഞ്ഞാൽ അവന് ഗുരുവിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയില്ല. നിങ്ങളെന്നെ ഗുരുവും നാഥനൊക്കെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാനിനി സ്നേഹിതന്മാരെന്ന് വിളിക്കാൻ പോകണം. അതാണ് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്നേഹിതന്മാർക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പം എല്ലാ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് പോകണം, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അതായത് ആ സ്നേഹിതൻ ഞാൻ സ്നേഹിക്കുന്നവനെ രക്ഷിക്കാനായിട്ടും അവനെ എല്ലാ വിധത്തിലും ഉന്നതിയിലെത്തിക്കാൻ അവനെ അപകടത്തിലൊന്നും പെടുത്താതെ നോക്കുന്നതാണ് ശരിയായിട്ട് സ്നേഹത്തിൻ്റെ ലക്ഷണം. അപ്പോൾ നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, യോഹന്നാൻ 15:16 പറയണത്. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുക, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം ഓരോരുത്തരും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അവിടെ ദൈവം ഇങ്ങനെ നോക്കുകയാണ്. അവന് എളിമയുണ്ടോ, അവൻ ശരിക്കും ദൈവഭക്തിയുണ്ടോ, ദൈവത്തിന് വില കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് അവനെ ദൈവം പ്രത്യേകം വിളിക്കും. അങ്ങനെയാണ് ഓരോരുത്തരും. ഇപ്പോൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അവരൊക്കെ മാനസാന്തരപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ കിടക്കുന്ന ഒരു ശക്തി അതാണ്. പിന്നെ അപ്പം ഞാൻ നിങ്ങൾക്കിങ്ങനെ ഒരു സമാധാനം തരുന്നു, ഒരു കമാൻഡ് തരുന്നു, അല്ലെങ്കിൽ ഒരു കൽപ്പന തരുന്നു എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ ആ ഒരു സ്നേഹം കൊടുക്കുന്ന സ്നേഹം, ഈശോയുടെ സ്നേഹം കൊടുക്കുന്ന, നമ്മുടെ സ്നേഹമൊന്നുമല്ല, ലോകത്തിൻ്റെ സ്നേഹമൊന്നുമല്ല, ഈശോയുടെ സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറണമെന്നാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ കൊണ്ട് നിറയണം. അതിൻ്റെ സ്രോതസ് എവിടെയാണ്? പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ നിറസാന്നിധ്യമാണത്. കാണാൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു അപ്പം പോലെ തോന്നുള്ളൂ. പക്ഷേ ഈശോയുടെ ദൈവത്തിൻ്റെ നിറസാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. ആ ദൈവത്തെ വെച്ച് ആരാധിക്കണം. പള്ളികളിലൊക്കെ എല്ലാ പള്ളികളിലും പരിശുദ്ധ കുർബാന വെച്ച് ആരാധിക്കാനുള്ള സമയം കൊടുക്കണം.
അങ്ങനെയൊന്നും അത് ശരിക്കും അത് പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ അങ്ങനെ ഒരു ആത്മീയ അരൂപിയോടെ നിറഞ്ഞാൽ. കാരണം കള്ളം കിടന്ന് കളിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടക്കുന്ന ഒരു ചിന്തകൾ വരും. അവൻ്റെ ചെറുത്താൻ്റെ ചിന്ത എന്താണ്? ഒരിക്കലും നീ ദൈവത്തിൻ്റെ കീഴിൽ നിന്ന് വളരരുത്, നീ എൻ്റെ കീഴിൽ നിന്ന് വളരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകാരൂപി, ലോകത്തിൽ വലിയ ആളാക്കി തരാമെന്ന് പറഞ്ഞു. ലോകത്തിൽ വലിയ ആളായിട്ട് വല്ല കാര്യമുണ്ട്? നമ്മളൊക്കെ ഇവിടെ മരിക്കില്ല. നമ്മളിവിടെ മരിച്ച് അവസാനം നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നുള്ളതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ലോകാരൂപി ദുഷ്ടം എന്ന് പഠിപ്പിക്കുന്നത് എന്താണ്? നീ ഇന്നെ ഞാനിവിടെ വലിയ ആളാക്കി തരാം. എന്നിട്ട് വലിയ ആളാക്കിയിട്ട് എന്താണ്? ഏറ്റവും വലിയ മഹാനൊക്കെ നമ്മൾ വിളിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് അവസാനം കൈമലത്തി പിടിച്ചിട്ട് ഞാനൊന്നും കൊണ്ടുപോകണില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ അങ്ങനെ വലിയ ആളായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വലിയ ആൾ ദൈവം ആക്കുന്നെങ്കിൽ ആയിക്കൊള്ളണം. അവിടെ ആയാൽ തന്നെയും അത് ദൈവം എന്നെ ആക്കിയെന്നുള്ള ദൈവത്തിന് കൊടുക്കേണ്ടത് എപ്പോഴും ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനെന്നുള്ള ആ ഒരു പ്രമാണം നമ്മൾ മറന്നു പോയത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.